ഗവർണർ സർക്കാർ പോര് വീണ്ടും. ഡിജിറ്റൽ സർവകലാശാല താൽക്കാലിക വിസിയായി ഡോക്ടർ സിസ തോമസിന്റെ നിയമനത്തിനെതിരെ കോടതിയെ സമീപിക്കാൻ സർക്കാർ. പ്രതിഷേധങ്ങൾക്കിടെ താൽക്കാലിക വിസിയായി സിസ തോമസും സാങ്കേതിക സർവകലാശാല വിസിയായി ഡോക്ടർ കെ ശിവപ്രസാദും ചുമതലയേറ്റു. ടിൻഡു ദാസ് ചേരുന്ന വിവരങ്ങളുമായി. ടിൻഡു, വലിയ പ്രശ്നങ്ങൾ ഈ വിസി നിയമനവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഈ വിഷയത്തിൽ ചില തർക്കങ്ങളും സർക്കാരും ഗവർണറും തമ്മിൽ ഉണ്ടായിരുന്നു. സർക്കാർ മുന്നോട്ട് വച്ചതോ അല്ലെങ്കിൽ എടുത്ത നിലപാടുകളോ ഒക്കെ തന്നെയും അംഗീകരിക്കാൻ കഴിയാത്തതെന്ന് കൃത്യമായി ഗവർണർ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇക്കാര്യത്തിൽ നിലപാടുകൾ ചാൻസലർ എന്ന രീതിയിൽ നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. ശക്തമായ നിലപാടുകൾ എടുത്തതിൻ്റെ ഭാഗമായി കൂടിയാണ് ഇപ്പോൾ കാണുന്നതാവട്ടെ തത്സമയ ദൃശ്യങ്ങളുമാണ്. ഇവർ രണ്ടുപേരും ഇന്ന് ചുമതല ഏൽക്കുകയും ചെയ്തു. പക്ഷേ ശക്തമായ പ്രതിഷേധങ്ങളും ഉണ്ടായിരുന്നു. ടിൻഡു, വീണ, പ്രതിഷേധങ്ങൾക്കൊടുവിൽ KTU VC ചുമതലയേറ്റിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ അല്പസമയത്തിനകം നമ്മളോട് സംസാരിക്കും. അപ്പം അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കും തീർച്ചയായും. കാരണം നമുക്കറിയാം ഒക്കെ വലിയ രീതിയിൽ തന്നെ കേട്ടിട്ടുണ്ട്. ശരി ടിൻഡു, ചോദിച്ചോളൂ. അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളതെന്ന്. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ സാങ്കേതിക ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് അനന്തമായ സാധ്യതകളാണ്. ആ സാധ്യതകൾ നിറവേറ്റുവാനുള്ള ഒരു സ്ഥാപനമാണ് ഈ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി. അപ്പോൾ അതിൻ്റെ സാരഥ്യം ഏറ്റെടുക്കുമ്പോൾ കേരളത്തിൻ്റെ ഒരു പുരോഗമനം, സാങ്കേതിക വിദ്യാഭ്യാസ മേഖലയിലെ ഒരു പുരോഗമനമാണ് ഞാൻ ലക്ഷ്യമിടുന്നത്. അതിലേക്കുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ തുടക്കമായിട്ട് ഇന്ന് ഈ ചുമതല ഏറ്റെടുത്തു. വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. അതൊരു രാഷ്ട്രീയ പ്രേരിതമാണെന്ന് തോന്നുന്നുണ്ടോ? ഇന്ന് ഇപ്പോൾ സാർ ചുമതലയേൽക്കാൻ വന്നത് SFIയുടെ ഭാഗത്തും ഇടത് യൂണിയന്റെ ഭാഗത്തു നിന്നൊക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധം താഴെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒരു രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറയാൻ സാധിക്കും. നമ്മുടെ ഭരണഘടനാ സ്ഥാപനമായ ബഹുമാനപ്പെട്ട ഗവർണറുടെ ഉത്തരവ് പാലിച്ചുകൊണ്ടാണ് ഞാൻ ഈ ചുമതല ഏറ്റെടുത്തിരിക്കുന്നത്. അതിൽ ഞാൻ ഏറ്റെടുക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ഗൗരവമുണ്ട്. അതിനെ ബാക്കിയുള്ളവർ എങ്ങനെ കാണുന്നു എന്നുള്ളത് ഞാനത്ര അതിൽ ശ്രദ്ധ ചെലുത്തുന്നില്ല. എൻ്റെ ചുമതല നിർവഹിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് ഞാനിന്ന്. അതിനെ ബാധിക്കില്ല എന്നുള്ളതാണ്. അതായത് BC ആയിട്ട് മുന്നോട്ടുള്ളൊരു പോക്ക് അതിന് കൂട്ടായ്മയിലൂടെയാണല്ലോ, കൂട്ടായ പ്രവർത്തനമാണല്ലോ, അവരുടെയും സഹകരണമാണല്ലോ. അതിനെ ബാധിക്കും ഈ പ്രതിഷേധങ്ങളും ഇവരുടെ എതിർപ്പും. ഈ കേരളത്തിൻ്റെ ഭാവിയാണ് നമ്മൾ ലക്ഷ്യമിടുന്നതെങ്കിൽ നമ്മൾ ഒരുമിച്ച് തന്നെ നിൽക്കണം. അധ്യാപകരും വിദ്യാർത്ഥികളും ഗവേഷകരും അനധ്യാപകരും ബാക്കിയുള്ള എല്ലാവരും ഒരുമിച്ച് തന്നെ നിൽക്കണം. പ്രതിഷേധക്കാരുടെ എന്താണ് അവരുടെ പ്രതിഷേധത്തിലെ അജണ്ട എന്ന് അറിഞ്ഞ് അത് പരിഹരിക്കാൻ പറ്റുന്നതാണെങ്കിൽ പരിഹരിച്ചുകൊണ്ട് ഒത്തുചേർന്ന് എല്ലാവരും ചേർത്ത് പിടിച്ച് തന്നെ മുന്നേറണം. ഒരു ലക്ഷ്യമേ ഉള്ളൂ, കേരളത്തിലെ സാങ്കേതിക വിദ്യാഭ്യാസത്തിൻ്റെ മികവ്. ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചുള്ള കേരളം. ഒരിക്കലും നമ്മൾ പിന്നോട്ട് പോകരുത്, നമ്മൾ മുന്നോട്ട് തന്നെ പോകണം. അതിനുള്ള ഒരു വലിയ വഴിയാണ് ഈ KTU. സർക്കാരിന്റെ പാനലുണ്ടായിരുന്നു, അത് മറികടന്നിട്ടാണ് ഒരാളെ നിയമിക്കുന്നത്. കോടതി ഉത്തരവിനെതിരാണെന്നുള്ള തരത്തിലാണ് സർക്കാരിന്റെ വാദമുള്ളത്. അതിനെങ്ങനെയാണ് ഗവർണർ എല്ലാം പഠിച്ചുകൊണ്ട് ഗവർണറുടെ ഒരു തീരുമാനമാണ് ഉത്തരവായിട്ട് ഇറങ്ങിയത്. അപ്പോൾ അതിലെ നിയമവശങ്ങളെല്ലാം അദ്ദേഹം നോക്കിക്കാണും. നിയമം എല്ലാവർക്കും ബാധകമാണ്. നിയമപരമായിട്ട് ആർക്കും മുന്നോട്ട് പോകാം. തൽക്കാലം വർത്തമാനം ഇന്ന് എനിക്കങ്ങനെ ഒരു പ്രതിസന്ധിയില്ല. ഗവർണർ ഉത്തരവ് പാലിക്കുന്നു. ഞാൻ ഇത് വൈസ് ചാൻസലറായിട്ട് ചുമതലയേക്കുന്നു. ഇനി വരുന്നത് ആ വഴിയിൽ കാണാം എന്ന് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇല്ല, ഒന്നും ഇതേവരെ എനിക്ക് അങ്ങനെ ഒരു ബോധം ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒന്നും എന്നെ അലർട്ട് ചെയ്യുന്നില്ല.
നിയമത്തിൻ്റെ വഴി പോവാം. അതാണല്ലോ ഏറ്റവും നല്ല വഴി. ഏറ്റവും സുഗമവും ഏറ്റവും സുതാര്യവുമായിട്ടുള്ളത് നിയമത്തിൻ്റെ വഴി. അതിലെ തന്നെ പോകാം, മുന്നോട്ട് പോകാം. എല്ലാവരെയും സർക്കാരിൻ്റെ ഭാഗവും അതുപോലെ വിദ്യാർത്ഥികളുടെയും എല്ലാവരുടെയും ഭാഗത്ത് അവരുടേതായിട്ടുള്ള എന്താണ് നീക്കമെന്ന് വെച്ചാൽ അത് കൊണ്ടുപോകാം, മുന്നോട്ട് കൊണ്ടുപോകാം. തീർച്ചയായിട്ടും അങ്ങനെ ഈ ചുമതല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിൻ്റെ ചുമതലയാണ് വിദ്യാഭ്യാസം, നമ്മുടെ വിദ്യ കൊടുക്കുക. അത് അങ്ങനെ ചുമതല നടപ്പാക്കാൻ വിഷമമുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് നമ്മുടെ വിദ്യാർത്ഥികളാണ്. ആ വിദ്യാർത്ഥികളെ ഓർത്ത്, ആ വിദ്യാർത്ഥികളാണ് ആ ലക്ഷ്യം. അവരുടെ ബിരുദം അല്ലെങ്കിൽ അവരുടെ ഗവേഷണം, അതാണ് ലക്ഷ്യം. അതെല്ലാവരും കൂടി ചെന്നാൽ മാത്രമേ വിദ്യാഭ്യാസം നടക്കൂ. അത് ആ ദിവസം നോക്കാം. സാങ്കേതിക സർവകലാശാല VCA ഡോക്ടർ കെ ശിവപ്രസാദ് ചുമതലയേറ്റു. പ്രതിഷേധങ്ങൾക്കിടെയാണ് അദ്ദേഹം ചുമതലയേറ്റത്. അതിനുശേഷം മാധ്യമങ്ങളോട് വ്യക്തമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എന്താണ് പുറത്ത് പ്രതിഷേധങ്ങൾ നടക്കുന്നത് എന്ന് വ്യക്തമല്ല. ഏതായാലും അവരുടെ കൂടിയൊക്കെ സഹകരണമില്ലാതെ മുന്നോട്ട് പോകാനാകില്ലല്ലോ എന്നുള്ള കാര്യം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു.